Hi all. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളാണ് കേട്ടോ. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനേഷൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, ഡെഫിനേഷൻ, ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ്. കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടുണ്ടാവും. AICPAൻ്റെ ഒരു കോമൺ ഡെഫിനേഷനാണ്. നമ്മളെല്ലാവരും അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാറുള്ളത് ഈ ഒരു ഡെഫിനേഷനാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് AICPA, accounting is the art of recording, classifying and summarizing in a significant manner in terms of money transactions and events which are in part at least of a financial character and interpreting the results thereof. AICPA കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണിത്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് എന്ത്, അക്കൗണ്ടിങ്ങിൻ്റെ ഈ ഒരു ഡെഫിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്കെന്നെ ഓർത്ത് പറയാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻ? ട്രാൻസാക്ഷൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലേ. ട്രാൻസാക്ഷൻസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഓർഗനൈസേഷൻ്റെ അകത്ത്, ഒരു ബിസിനസ്സിൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. രണ്ടെന്താണ്, ആ ഒരു ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡിംഗ് ദ ബിസിനസ് transactions in the books of accounts. Different books of accounts ൽ ആ transactions റെക്കോർഡ് ചെയ്യുക. തേർഡ്, classifying or grouping similar accounting data in the same group. സിമിലർ നേച്ചറിൽ വരുന്ന ട്രാൻസാക്ഷൻസിന് എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ആക്കുക. അതിനെയാണ് ക്ലാസിഫൈങ് എന്ന് പറയുന്നത്. Then summarizing or arranging of data in easily and understandable and precise manner. അതായത് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ, അതായത് അത് ആ ഒരു ട്രാൻസാക്ഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ട്രാൻസാക്ഷൻസിന് അല്ലെങ്കിൽ ആ അക്കൗണ്ട്സുകൾ എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ദെൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ ടു മേക്ക് മീനിങ്ഫുൾ ഡിസിഷൻസ്. മീനിങ്ഫുൾ ഡിസിഷൻ അല്ലെങ്കിൽ മീനിങ്ഫുൾ കൺക്ലൂഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഡാറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യുക. ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആൻഡ് റിപ്പോർട്ട്സ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ആർക്കാണോ വേണ്ടത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, മറ്റുള്ളവർക്കും റിപ്പോർട്ട്സ് രൂപത്തിലും മറ്റും ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്രയും പർപ്പസ് ആണെങ്കിൽ ഇത്രയും ഫങ്ഷൻസ് ആണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ, ദെൻ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ, തേർഡ് ക്ലാസിഫൈങ് ദ transaction, then summarizing or grouping the data in easily understandable manner, then interpretation of data, then communicating the accounting information and reports. ഇത്രയാണ് അതിന്റെ ഫങ്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻ എന്താണ്. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്നാണ്. അക്കൗണ്ടിങ്ങിൽ തന്നെ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദ ബേസിക് ഓർ ഒറിജിനൽ അക്കൗണ്ടിങ്, വിച്ച് ഇൻക്ലൂഡ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ദെൻ വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ബേസിക് ഓർ ഒറിജിനൽ അക്കൗണ്ടിങ്. ഇതിൽ വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ദാറ്റ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടു വേരിയസ് പാർട്ടീസ് ഫോർ ടേക്കിംഗ് മീനിങ്ഫുൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ വേരിയസ് പാർട്ടീസിന്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ എന്താണ്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതാണ് നമ്മൾ പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ് ഒക്കെ. അതിനെയാണ് ഫസ്റ്റ് ഫീച്ചർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സെക്കൻഡ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു എക്സ്റ്റേണൽ യൂസേഴ്സ് ഇൻക്ലൂഡിംഗ് ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. അതെന്താണ്,
രണ്ടാമത് നമ്മൾ പറഞ്ഞു communication of accounting information to various parties എന്ന്. അത് തന്നെയാണ് പറയുന്നത് communicating the information to external users. External users എന്ന് പറയുമ്പോൾ outside the business ആണ്. That is creditors, investors and customers. അപ്പോൾ ആദ്യം പറഞ്ഞത് preparation of financial statements, രണ്ടാമത് communicating the information to external users, then third it provides historical data. അതായത് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അക്കൗണ്ടിങ് ആണ് ഇതിൽ വരുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതായത് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒക്കോർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ എന്താണത്? ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പഴയ ഇൻഫർമേഷൻ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ദെൻ ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്കൗണ്ടിങ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അതായത് ഒത്തിരി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, അതുപോലെ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സുകൾ ഉണ്ട്, അതുപോലെ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ബേസിസിലാണ്. Then transactions having financial nature are recorded. എന്താണ്? മോണിറ്ററി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യൽ നേച്ചർ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, വേറെ എന്താ പറയുക, വേറെ നേച്ചറിൽ അതായത് ക്വാളിറ്റേറ്റീവ് നേച്ചറിൽ അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ നേച്ചറിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. Then സിക്സ്ത് വരുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഡീൽ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. Then it deals with external transactions. Then ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഫുൾഫിൽസ് ലീഗൽ റിക്വയർമെന്റ്സ്. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ഹാവ് certain legal requirements. So such legal requirements should be fulfilled when preparing the financial statements. So these are the feature or characteristics or nature of financial accounting. Financial accounting is the oldest branch of accounting which includes the preparation of financial statements and communicating accounting information to various parties. നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് റെക്കോർഡിംഗ് ദീസ് സിസ്റ്റമാറ്റിക്കലി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത് തന്നെയാണല്ലോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്ന കാര്യം. എന്താണ്? പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് എ ബിസിനസ് ക്യാൻ ബി അസർട്ടൈൻഡ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ് ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. പെർട്ടിക്കുലർ പീരിയഡിലുള്ള ബിസിനസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യുക. തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അസർട്ടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ് ലൈക്ക് ഡെബ്റ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ്. കമ്പനീന്റെ ഡെബ്റ്റ്സ് എത്രയാണ്, ലയബിലിറ്റീസ് എത്രയാണ്, അസറ്റ്സ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ അസർട്ടൈൻ ചെയ്യുക. അതിനെയാണ് അസർട്ടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഐഡന്റിഫൈങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അത് എപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക? വെൻ പ്രിപ്പയറിംഗ് ദ ബാലൻസ് ഷീറ്റ് അല്ലെ. ബാലൻസ് ഷീറ്റിൽ എന്താണ് കാണിക്കുന്നത്? ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. ഒരു പെർട്ടിക്കുലർ പീരിയഡിലെ കമ്പനീന്റെ ഫിനാൻഷ്യൽ പൊസിഷനെയാണ് കാണിക്കുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ parties for their decision making. Decision making purpose-ന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പാർട്ടീസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ അതായത് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ അതെന്താണ്? റിപ്പോർട്ട്സ് ആണല്ലോ. ആ റിപ്പോർട്ട്സുകൾ ആവശ്യമുള്ള ആളുകൾക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരത് നോക്കിയിട്ട് അവർക്ക് വേണ്ട ഡിസിഷൻസ് എടുക്കും. ദെൻ സിക്സ്ത് വരുന്നത് ഹെൽപ്സ് ഫോർ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. ഫ്യൂച്ചറിൽ വരുന്ന
ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഡിഫറെൻറ്റ് പോളിസീസ് ഓഫ് ദി ബിസിനസ് ഫോർമുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സെവൻത്ത് വരുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഗവൺമെന്റ് ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൾസോ ഹെൽപ്സ് ദ ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ട് ഫോർ ടേക്കിംഗ് ദെയർ ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. നമുക്കറിയാം ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റ് നോക്കിയിട്ടാണ് അവരുടെ ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. സോ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കമ്പനീൻ്റെ ടാക്സ് എത്രയാണെന്നുള്ളത് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് എക്കണോമിക് ഡാറ്റ. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, എക്കണോമിക് ഡാറ്റാസ് ആണ്. The last objective എന്ന് പറയുന്നത് which helps to test the arithmetical accuracy of accounts. Books of accountsകളുടെ ഡിഫറെന്റ് ലെഡ്ജേഴ്സിന്റെ arithmetical accuracy ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്, ട്രയൽ ബാലൻസ് അല്ലേ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ കുറവുകൾ എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് കുറച്ച് പോരായ്മകളുണ്ട്, അതെന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ. നമ്മൾ അതിന്റെ ഫീച്ചർ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് എന്ത്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അതായത് കഴിഞ്ഞ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് അതിന്റെ മെയിൻ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ. ദെൻ ഇറ്റ് ഡസൻറ്റ് ഷോ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്. ടോട്ടൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ലോസ് മാത്രമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എക്സിബിറ്റ് ചെയ്യുന്നത്, വിച്ച് ഡസൻറ്റ് ഡിസ്ക്ലോസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്. ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഫിറ്റ് എത്രയാണ് അല്ലെങ്കിൽ ലോസ് എത്രയാണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്തില്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. ദെൻ തേർഡ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് വിച്ച് ഡസൻറ്റ് ഹെൽപ്സ് for fixing the price fixation എന്ത് ചെയ്യുന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നില്ല, നോട്ട് ഹെൽപ്ഫുൾ ഇൻ ദ പ്രൈസ് ഫിക്സേഷൻ. അവരുടെ പ്രൊഡക്ട്സിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത് നോ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസ് ആൻഡ് അക്കൗണ്ട്സ്. എക്സ്പെൻസസ് ആൻഡ് അക്കൗണ്ട്സിനെ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നില്ല. Then no data for comparison and decision making of cost. Decision making of cost അതായത് കോസ്റ്റിനെ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കമ്പയർ ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ദെൻ നോ കൺട്രോൾ ഓഫ് കോസ്റ്റ് കൺട്രോളിങ് ടെക്നിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. Then it provides only limited information to the management. മാനേജ്മെന്റിന് ഇത് ലിമിറ്റഡ് ഇൻഫർമേഷൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. These are the different limitations of financial accounting. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഫസ്റ്റ് വൺ വരുന്നത് ബുക്ക് കീപ്പിംഗ്, then financial statements, then analysis and interpretation of financial statements, then financial reporting, then segment reporting, accounting principles, accounting standards. These are the different scope of financial accounting. Then each and every one is discussed in next slide. ഓക്കെ, ഇനി ഓരോ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കാം. Bookkeeping is the art and technique of recording business transactions. It is a preliminary part of accounting process. It means recording of business transactions. The person who is responsible for bookkeeping is known as bookkeeper. It includes the preparation of journal, ledger and trial balance. Where bookkeeping ends, the accounting starts. Okay. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ തെറ്റിച്ച് പറയാറുള്ളൊരു കാര്യമാണ്. ബുക്ക് കീപ്പിംഗ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് കീപ്പിംഗ് is the art and technique of recording business transactions which is the preliminary part of accounting process. accounting processന്റെ preliminary part ആണെന്ത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്.
ആദ്യം നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യണം, ദെൻ അതിനെ ലെഡ്ജർ ആക്കി മാറ്റണം, ദെൻ അതിന്റെ ബേസിസിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. ട്രയൽ ബാലൻസസിന്റെ ബേസിലാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളായിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിൽ ജേണൽ തൊട്ട് ട്രയൽ ബാലൻസ് വരെ വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് പ്രിലിമിനറി പാർട്ട് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അത്രയും കാര്യങ്ങളെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് ദ അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ്. ബുക്ക് കീപ്പിംഗ് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെയാണ് പിന്നീട് വരുന്നത്. സോ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രിലിമിനറി പാർട്ട് ഓഫ് അക്കൗണ്ടിങ് which means recording the business transactions which includes the preparation of journal, ledger and a trial balance. Where bookkeeping ends, the accounting starts, that is trading account, profit and loss account and a balance sheet. Then the person who is responsible for bookkeeping is known as bookkeeper. Bookkeeping ചെയ്യുന്ന ആൾ, അതായത് journal, ledger, trial balance ഒക്കെ prepare ചെയ്യുന്ന ആളെയാണ് bookkeeper എന്ന് പറയുന്നത്. Okay, clear ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് earned by the firm. For this, profit and loss account is prepared, then balance sheet is prepared to know the financial position of the business or firm. Bookkeeping നമ്മൾ പറഞ്ഞു from journal to trial balance. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അക്കൗണ്ടിങ്. അതാണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് earned by the firm. ഒരു ഫേമിന്റെ ഒരു പെർട്ടിക്കുലർ പീരീഡിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. Then third scope എന്ന് പറയുന്നത് analysis and interpretation of financial information. Financial statement helps for analysis and interpretation of financial data. For these, supplementary statements are prepared, which includes fund flow statement, cash flow statements. Then financial statements prepare ചെയ്ത് കഴിഞ്ഞാൽ which is analyzed and interpreted for making financial decision. മീനിങ്ഫുൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും? അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യും. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ചില സപ്ലിമെന്ററി സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ അതുപോലെയുള്ള സപ്ലിമെന്ററി സ്റ്റേറ്റ്മെന്റ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഫോർ ദ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നെക്സ്റ്റ് വരുന്നത് സ്കോപ്പ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഹെൽപ്സ് ഫോർ മേക്കിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ടു ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഫോർ ദിയർ ഡിസിഷൻ മേക്കിംഗ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് വെരി ഈസി ടു മേക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അല്ലെ, അത് വെച്ചിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദാറ്റ് റിപ്പോർട്ട്സ് ആർ യൂസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ യൂസേഴ്സ് ഫോർ ദിയർ ഡിസിഷൻ മേക്കിംഗ്. ഇന്റേണൽ യൂസേഴ്സ് which includes managers, employees, CEO, directors and all. Then external users includes investors, creditors, customers, etc. So അവർക്കൊക്കെ എന്ത് ചെയ്യാം? ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ യൂസ് ചെയ്യാൻ പറ്റും for their decision making. നെക്സ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് ആണ്. The business activities are divided into different business segments. Segment reporting refers to the reporting of financial information of different segments. അതായത് total reports കൂടാതെ the entire business is divided into different segments. The whole business നെ different segments ആയിട്ട് divide ചെയ്യുക, then preparing the reports of different segments. ആ ഒരു സെഗ്മെന്റുമായിട്ട്, ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്സുകൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. സോ അതാണ് segment reporting എന്ന് പറയുന്നത്. dividing the business activities into different segments and preparing the reports of different segments. Then accounting principles. Financial statements are prepared based on some principle which is known as generally accepted accounting principles, GAAP, GAAP.
നമുക്കറിയാം, കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയുന്ന കാര്യമാണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. അതായത് എല്ലാ കമ്പനീസും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാവരും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. ഈ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് റൂൾസുകളുണ്ട്, കുറച്ച് പ്രിൻസിപ്പൾസുകളുണ്ട്. അതിൻ്റെ ബേസിസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ബേസിസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് certain principles ആണ് which is used for preparing the financial statements. അതിന്റെ ബേസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പാരിസൺസ് ഒക്കെ പോസിബിൾ ആവുള്ളൂ. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എങ്ങനെയാവണം, അതിന്റെ പ്രിൻസിപ്പൾസ് എങ്ങനെയൊക്കെയാണ്, അപ്പൊ അതിന്റെ ടെക്നിക്സ് എങ്ങനെയാണ്, ഇതിനൊക്കെ ഒരു ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഒരു രൂപമുണ്ട്. അതാണ് അതിന്റെ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രം നമുക്ക് കമ്പാരിസൺസ് ഒക്കെ പോസിബിൾ ആവുന്നുള്ളൂ. സോ അതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. Also, financial statements also prepared based on the accounting standards. Accounting standards provides the basis of preparation of financial accounts. Financial statements are prepared based on these accounting standards, which provides uniformity and reliability in accounting. Accounting in ഒരു uniformity provide ചെയ്യാനും അതിനൊരു reliability, ഒരു accuracy provide ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള accounting standards യൂസ് ചെയ്യുന്നത്. ഈ ഒരു accounting standardsൽ നമ്മൾ ഏതെല്ലാം ടെക്നിക്സുകൾ യൂസ് ചെയ്യണം, മെത്തേഡ്സുകൾ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു അക്കൗണ്ടന്റിന് തോന്നുന്ന രീതിയിലല്ല എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലെയുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകളും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഒക്കെ ബേസിസിലാണ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. സോ ദീസ് ആർ ദി ഡിഫറെന്റ് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.